നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ ഒരു പുതിയ വിഷയമാണ് ചർച്ചയാകുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണോ എന്ന്. കെ സുരേന്ദ്രൻ ആണ് ഇത് ആദ്യം ആവശ്യപ്പെട്ടത്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടമാക്കണം എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതായിരിക്കും ആദ്യം പരിഗണിക്കുക എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, അങ്ങക്ക് എന്ത് തോന്നുന്നു? ഇതാണോ പ്രഥമ പരിഗണന നൽകേണ്ട ഒരു കാര്യം വയനാട്ടിൽ? മനു സാർ, നമസ്കാരം. 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 നമ്മൾ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്താ ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെ എതിർക്കുന്നത്? മതേതരത്വത്തിനെതിരായിട്ടാ സുരേന്ദ്രൻ സംസാരിച്ചതെങ്കിൽ അത് ജനങ്ങൾ, ഇവരെ പോലെ തന്നെ ജനങ്ങൾക്കും വിവരമില്ലേ? അവര് പ്രതികരിച്ചോളൂലേ? ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്താ ഇത്ര ഒരു വേവലാതി എന്ന് പറഞ്ഞാൽ ഇതിൽ ന്യായമുണ്ട് എന്നാണ് സാറേ അതിന്റെ അർത്ഥം. ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനത്തെ സംഗതികൾ, ഈ പേരുമാറ്റ സംഗതികൾ അനുകൂലിക്കുന്നവരാണ് കേരളത്തിലും ഇന്ത്യ രാജ്യത്തെമ്പാടും ഉണ്ടത്. പക്ഷെ പല പ്രതിബന്ധങ്ങളും പരിഗണനകളും വെച്ചുകൊണ്ട് ഭയപ്പാട് കൊണ്ട് തുറന്നു പറയില്ലെന്ന് മാത്രം. ഇപ്പം തന്നെ അവിടുത്തെ ബഹുമാനിയായ MLA IC ബാലകൃഷ്ണൻ പറഞ്ഞു, എന്റെ ഒരു ചെറിയ കാലത്ത് ഞാൻ ആ പേര് കേട്ടിരുന്നു, അങ്ങനെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാല് ഈ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞാല് ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളും തച്ചൊടച്ച് നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ പേര് മാറ്റണമെന്ന് പറയുമ്പം ഇവരെന്താ ഭീഷണിപ്പെടുത്തുന്നത്? കേൾക്കാമോ സാർ? കേൾക്കുന്നു. ഇവരെന്താ സാർ ഭീഷണിപ്പെടുന്നത്? ഇത് കേരളാന്ന് ഇവർക്കറിയില്ലേ? കേരളം സ്വതന്ത്ര റിപ്പബ്ലിക് അല്ല. ശ്രീ ബാലകൃഷ്ണൻ വടകര പറയുന്നത് പേര് മാറ്റുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് അല്ലേ? പേര് മാറ്റുന്നത് തെറ്റുണ്ടെന്ന് കൊണ്ടല്ല. അങ്ങനെ സുരേന്ദ്രൻ അധികാരത്തിൽ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് സാർ. പ്രധാന കാര്യം MV ശ്രേയസ്കുമാർ സാർ പറയുന്ന കേട്ട് സുരേന്ദ്രൻ അങ്ങനെ പറയാൻ ജയിക്കുന്ന പാർട്ടിയുടെ ആളല്ലല്ലോ. ഈ ശ്രേയസ്കുമാറിൽ ഏത് ലോകത്താ? അദ്ദേഹത്തിന്റെ നേതാവ് ഇപ്പൊ എവിടെയാ ഉള്ളത്? അദ്ദേഹം നാളെ ഇവിടെ എത്തും. അതുകൊണ്ട് സുരേന്ദ്രന് പറയാം, സുരേന്ദ്രൻ കേന്ദ്രം ഭരിക്കുവാൻ പോലെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാ. ശ്രേയസ് കുമാറിനോട് ഞാൻ താക്കീതായിട്ട് പറയുന്നത്, ശ്രേയസ് കുമാറിന് പറയാൻ അർഹതയില്ല, സുരേന്ദ്രന് പറയാൻ അർഹതയുണ്ട്. സുരേന്ദ്രൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ സാറേ, മനസ്സിലാക്കിക്കോളണം ശ്രേയസ് കുമാർ. ഇവരൊക്കെ ധാരണ എന്താ? പൊതുജനത്തെ കഴുതാക്കാനാ ധാരണ. അപ്പോൾ അല്ല, പക്ഷേ നമ്മൾ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ നമുക്കറിയാലോ, വയനാട്ടിൻ്റെ പിന്നോക്കാവസ്ഥയുണ്ട്. വയനാട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് മതിയായ ചികിത്സാ സൗകര്യമില്ല. അങ്ങനെ നൂറുകണക്ക് ഗതാഗത സൗകര്യ പ്രശ്നങ്ങൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ, ഒട്ടനവധി പ്രശ്നങ്ങളുള്ള വയനാട്ടിൽ നമ്മുടെ ശ്രദ്ധ അതിൽ നിന്നൊക്കെ തിരിഞ്ഞ് ഈ പേരുമാറ്റലിലേക്ക് പോയോ ശ്രീ ബാലകൃഷ്ണൻ? യെസ്, ശ്രീ ബാലകൃഷ്ണനിലേക്ക് മടങ്ങി വരാം. ഞാൻ മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, അങ്ങേക്ക് എന്ത് തോന്നുന്നു? മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇതിനാണോ പരിഗണന കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിന് പരിഗണന കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. വേറെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടുത്തെ, പിന്നെ അല്ലെങ്കിൽ നാട്ടിലെ. പിന്നെ വേറൊരു കാര്യം, ഇത് ഏകദേശം 600 വർഷം മുമ്പ് പഴക്കമുള്ളൊരു പേരാണത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഗണപതി എന്ന് പറഞ്ഞാൽ ആനയാണല്ലോ. അപ്പോ CPM-കാര് പറയും ഇതിനെ ഗണപതി വട്ടം എന്നുള്ളത് ആനത്തല വട്ടം എന്നാക്കണം. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് വരും അവിടെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ പാലക്കാട് കോട്ടയുണ്ട്, ടിപ്പുവിന്റെ കോട്ട. അതിന് സുരേന്ദ്രൻ കോട്ട എന്ന് ചെയ്യാൻ പറ്റും. ജയിച്ചു പോയാല് ആക്കൊന്നും നമുക്കൊരു പേടി. പക്ഷെ ഇതിലൊക്കെ ഈ പൊളിറ്റിക്കൽ ചീഞ്ഞ കോമഡി കുറച്ചും കൂടി നന്നാണോ? അതിന് കലാഭവനിൽ കൊണ്ടുപോയിട്ടുണ്ട് പഠിപ്പിക്കുന്നവര്. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഏതായാലും ഈ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നതിനാണ് താൻ പ്രഥമ പരിഗണന നൽകുക എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി പക്ഷേ അതിനെതിരെ പ്രതികരിച്ചത്, ആര് ജയിച്ചാലും സുരേന്ദ്രൻ ജയിക്കില്ല, അല്ലെങ്കിൽ സുരേന്ദ്രന് ജയസാധ്യതയില്ല എന്നാണ്. സുരേന്ദ്രൻ ജയസാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ബത്തേരിയുടെ പേര് മാറ്റാനും സാധ്യതയില്ല എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഏതായാലും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ മോദിയുടെ സഹായത്തോടു കൂടി സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തത്. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശത്തിന് ശേഷമാണ് ഈ പേര് വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ശിവജി എന്നൊരു പ്രേക്ഷകനാണ് എനിക്കൊപ്പം ചേരുന്നത്. ശിവജി തൃശ്ശൂർ. ശ്രീ ശിവജി തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
അതെ. ഈ തൃശ്ശൂപപ്പെരൂർ നമുക്ക് തൃശ്ശൂരായി, തൃച്ചൂറായി, പിന്നെ തൃശ്ശൂരായി. അതുപോലെ ഈ സുൽത്താൻ ബത്തേരി എന്നത് മാറ്റിയാൽ തെറ്റുണ്ടോ? വേണമെങ്കിൽ ഗണപതി വട്ടം എന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? നമ്മുടെ ഈ ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളുടെ പേരും പല ചരിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. അതായത് മഹാഭാരതത്തിലെയോ അല്ലെങ്കിൽ രാമായണത്തിലെയോ ഒക്കെ പല സാറ് പറഞ്ഞ പോലെ തൃശ്ശൂപേരൂർ, അതിനെ നമ്മൾ ലോപിച്ച് തൃശ്ശൂർ എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പരിഹസിക്കപ്പെടാൻ വേണ്ടി അവസരം കൊടുക്കുന്ന പോലെയാണ് സുരേന്ദ്രന്റെ വാക്കിൽ എനിക്ക് തോന്നിയത്. ഞാൻ കേന്ദ്ര സർക്കാരിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്തിനാണ് ഈ ഇലക്ഷൻ ടൈമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കുത്തിപ്പോയി വെറുതെ? നമുക്കിപ്പോ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തുന്നുണ്ട്, ഈ പേരുമാറ്റം കൊണ്ടൊക്കെ എന്തർത്ഥമുള്ളത്? നമുക്കിപ്പോ അത്യാവശ്യമുള്ളത് നമുക്ക് നമ്മുടെ എതിർ കക്ഷിയെ എതിർക്കണമെങ്കിൽ ഇപ്പൊ സാമൂഹിക പ്രശ്നങ്ങൾ ഉന്നയിക്കുക. ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലായാലും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, അതാണ് ഏറ്റവും ശരി. അല്ലാതെ ഈ സ്ഥലങ്ങളുടെ പുറകെ ഒന്നും നടക്കേണ്ട യാതൊരു. നാളെ ഇപ്പൊ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടാനാണ്? അത് സുരേന്ദ്രജി മനസ്സിലാക്കിയാൽ അത്രയും നല്ലത്. ഈ ആവശ്യമില്ലാത്ത ഓരോ ചർച്ചകൾ പരിഹസിക്കപ്പെടാനുള്ള അവസരം കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇത് കേരളമാണ്, പിന്നെ ഇത് കേരളമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് വേറെ കാര്യം. അത് ഒരു അമിത ആത്മവിശ്വാസമല്ല. അത് ഞങ്ങളെ ആരും തോൽപ്പിക്കില്ല എന്നുള്ള ഭാവത്തിൽ അവർ പറയുന്നുള്ളൂ. കുഞ്ഞാലിക്കുട്ടി ആയാലും ആരായാലും കേരളമാണെന്ന് കേരളീയർക്ക് അറിയാമല്ലോ, ഇന്ത്യയാണെന്ന് ഇന്ത്യക്കാർക്കും അറിയാം. അപ്പൊ സുരേന്ദ്രൻ ഇതിന്റെ പുറകെ പോകാതെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നവരെ കുറിച്ച് പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ, അത് പറയാൻ നോക്കുക. അതാണ് നല്ലതാണ് എന്റെ അഭിപ്രായം. സാറേ, ഏതായാലും വളരെ വ്യക്തമാണ് അഭിപ്രായം. സന്തോഷ് വിളിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ശ്രീ സന്തോഷിന് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ശ്രീ സുരേന്ദ്രൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? അല്ല, പേര് മാറ്റിയാ നല്ലേ സാറേ. ആണോ? ഹലോ, പേര് മാറ്റിയാ നല്ലേ. കാരണം പേര് മാറ്റാത്തോണ്ടായിരിക്കും ചിലപ്പോ ആനയൊക്കെ കാട്ടുന്നിറങ്ങുന്നത്. സുരേന്ദ്രൻ ജയിച്ചാലല്ല ഈ പേര് മാറ്റേണ്ടത്. ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മത്സരിച്ച് ജയിക്കാത്ത ഭാഗ്യം. കാരണം ഞങ്ങൾക്കൊരു കോട്ടയുണ്ട്, ബേക്കക്കോട്ട, ടിപ്പു സുൽത്താന്റെ. അത് ഇടിച്ചു പൊളിച്ച് കളയുമെന്ന് അറിയില്ല നാളെ ജയിച്ചു കഴിഞ്ഞാല്. എന്ത് വിരോധാഭാസം! അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട്. രാത്രികാല യാത്ര ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ആനവാസികളുടെ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ നടക്കുന്നത് നാണം കെട്ട പരിപാടിയല്ലത്. ഇയാളെ പേര് നേരത്തെ സുരേന്ദ്രൻ എന്നായിരുന്നു. ആ പേര് ഇയാൾക്ക് അറിയാമല്ലോ. വ്യക്തമാണ്. ഏതായാലും നമ്മൾ വ്യക്തിഹത്യയിലേക്ക് നീങ്ങണ്ട. ഞാൻ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. റംലത്ത് എന്ന് ഒരു പ്രേക്ഷക അരൂരിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ റംലത്ത് അരൂരിൽ നിന്നാണല്ലേ വിളിക്കുന്നത്? അതെ അതെ സാറേ. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ ശ്രീ റംലത്ത്? അതെ അതെ അതെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ശ്രീ റംലത്തിന് എന്ത് തോന്നുന്നു? ഈ സ്ഥലങ്ങളുടെ പേരുമാറ്റലിന് പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ടോ? അത് പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയാണോ, അതോ അത് വേണ്ടതാണോ? സാറേ, ഈ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നതുകൊണ്ട് യാതൊരുവിധ കാര്യമില്ല. ആദ്യം ഈ ഭരിക്കാൻ ഇത്രയും ബെടുവായിത്തരം പറയുന്ന ഒരാള് ഒരു MLA ആയ MP ആയ വന്നാലുള്ള സ്ഥിതി എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇല്ലേ? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ മാത്രമേ ഇയാൾ വാ തുറക്കാറുള്ളൂ. വ്യക്തിഹത്യയാണെന്ന് പറയരുത്, അങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കുകയും ചെയ്യരുത്. പക്ഷേ ഈ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റുകയാണെങ്കിൽ സുരേന്ദ്രൻ ബത്തേരി എന്ന് ഇടണ നല്ലത്. ഒരിക്കലും ഇങ്ങനെയുള്ള വിടുവായിത്തം പറയാതെ ഈ പേര് മാറ്റണം കൊണ്ട് ഒരു കാര്യമില്ല. നാട് നന്നാവുകയാണ് സാറേ വേണ്ടത്. നമ്മുടെ മതേതരത്വം ഇല്ലാതായി എല്ലാ ജാതി മതവും ഒന്നായി ഒരേ കക്ഷിയിൽപ്പെട്ട രീതിയിൽ നമ്മുടെ ഭരണം മാറി നല്ല രീതിയിൽ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീര് തുടക്കാനായിട്ട് നല്ല നല്ല ആൾക്കാരുടെ ഭരണം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നേരത്ത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയത് കൊണ്ട് ഒന്നും മാറാൻ പോലുള്ള നാളെ കേരളം എന്നുള്ള പേര് മാറ്റാനും ഇയാളൊക്കെ പോലെയുള്ള ആൾക്കാർ പറയും. അതുകൊണ്ട് മണ്ടത്തരം പറയാതെ പോണല്ലേ സാറേ നല്ലത്. ഒന്നും കൂടി വളരെ വ്യക്തമാണ് ശ്രീമതി റംലത്തിന്റെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസന് എന്തു തോന്നുന്നു? ഈ പല പേരുകളും നമ്മുടെ നാട്ടിൽ മാറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുടെ. അതുപോലെ ഒരു പേരുമാറ്റം എന്ന രീതിയിലാണോ ഇതിനെ കാണേണ്ടത്, അതോ ഇത് അപ്രസക്തമായ ഒരു വിഷയമാണ് എന്നാണോ കരുതേണ്ടത്? അല്ല, ഇത് ഈ പുള്ളി പറഞ്ഞത്, പുള്ളി ഇപ്പൊ മരിച്ചുപോയ ആള് എണീറ്റ് വന്ന പേരുകൊണ്ട് മാത്രമേ സുരേന്ദ്രൻ ജയിക്കൂ വയനാട്ടിൽ. അതുകൊണ്ട് പുള്ളിക്ക് എന്തും പറയാം. ഇതൊക്കെ ആവശ്യമില്ലാതെ വാർത്താണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അനവധി സ്ഥലങ്ങൾ, ഇപ്പോ കൽക്കത്ത പോലെ, ബോംബെ പോലെ, മദ്രാസ് പോലെ, ചുരുക്കി അഹമ്മദാബാദ്, ഗുജറാത്തിന് ആസ്ഥാനം വരെ എല്ലാം പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ സുരേന്ദ്രനൊക്കെ വേണ്ടത് ഒരു നാട്ടിൽ നല്ല സന്ദേശം കൊടുക്കണം ജനങ്ങൾക്ക്. അയാളൊക്കെ ഒരു സംസ്ഥാന അധ്യക്ഷനല്ലേ, അനാവശ്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ആൾക്കാർ ഇപ്പൊ ചർച്ചയ്ക്ക് നടന്നെത്തിയില്ലേ.
ഇതൊക്കെ ആവശ്യമില്ലാതെ വർത്തമാനം. അയാൾക്ക് കുറച്ചുകൂടെ പക്വമായി ചിന്തിക്കുന്ന എൻ്റെ അഭിപ്രായം. അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. യെസ്, വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ദീപുവാണ്, തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപു, ഈ പേരുമാറ്റൽ രാഷ്ട്രീയം കുറേ കാലമായി നമ്മുടെ അസ്തിത്വം വീണ്ടെടുക്കാനാണ്, നമ്മുടെ ചരിത്ര മഹിമ വീണ്ടെടുക്കാനാണ് എന്ന തരത്തിൽ പലയിടത്തും പേര് മാറ്റി പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റുന്നുണ്ട്. ലോകത്തും പലയിടത്ത് രാജ്യങ്ങൾ പേര് മാറ്റുന്നുണ്ട്. പക്ഷേ അതൊരു പ്രധാന അജണ്ടയായി കൊണ്ടു നടക്കേണ്ടതുണ്ടോ? എന്താണ് ശ്രീ ദീപുവിന് തോന്നുന്നത്? അല്ല, എനിക്ക് ആദ്യം മനുവിനോട് പറയാനുള്ളത്, നമുക്ക് ഈ ഇഷ്ടപ്പെടാത്ത നേതാക്കൾ ഉണ്ടാകാം, ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയം ഉണ്ടാകാം. പക്ഷെ മരണപ്പെട്ടു പോയ ഒരു നേതാവിന്റെ പേര് ഇവിടെ എടുത്തു പറയുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുമ്പം തൊഴിലാളി വർഗത്തോടൊപ്പം ചേർന്ന് നിന്ന് മരണം വരെ പോരാടിയ ഒരാളാണ് ആനത്തലവട്ട ആനന്ദൻ. സഖാവ് ആനത്തലവട്ട ആനന്ദനെ കുറിച്ചിട്ട് ഇവിടെ ആരാണ് ആ പേരിടണമെന്ന് പറഞ്ഞത്? ഇത്രയും വൃത്തികേടൊക്കെ പറയുന്ന ഈ ആലത്തൂരുകാരന്റെ നേതാവിനെ പറ്റി ഞങ്ങൾ 4 വാചകം പറയട്ടെ? അതായത് സഹിക്കൂ? നിങ്ങൾ അനുവദിക്കോ? ഞങ്ങൾ അനുവദിച്ചാലും ഞങ്ങളത് പറയില്ല. അതാണ് ഞങ്ങളുടെ മാന്യത. അതവിടെ ഇരിക്കട്ടെ. ഈ സുരേന്ദ്രൻ ഇപ്പൊ ഗണപതി വട്ടം എന്നൊക്കെ പറഞ്ഞ് പേരിടുന്നത്, പേരൊക്കെ പണ്ടുള്ള പേരെന്താണ് ഏതാണെന്ന് അറിയുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് അയാള്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മത്സരത്തിൽ അയാൾ ചിത്രത്തിലേ ഇല്ല. ചിത്രത്തിലില്ലാത്ത സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചിത്രത്തിൽ വരെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. സുരേന്ദ്രനെ കുറിച്ച് എപ്പോഴെങ്കിലും വയനാട്ടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ മനുവിന് പോലും ചിലപ്പം ഒരു ബുക്ക് റെഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടത്തിൽ കിടന്നിട്ടാണ് ഇപ്പൊ നമ്മൾ. അപ്പൊ അയാളുടെ ആ കാര്യം റെഡിയായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇത്രയും കാലമായി ഇവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ ഈ നിഴല് പോലെ ഈ മുരളീധരന്റെ കൂടെ നടക്കുന്നുണ്ട്, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ പുറകെ നടക്കുന്നുണ്ട്, മോഡിയുടെ പുറകെ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഒരു എയിംസ് കൊണ്ടുവരാം എന്ന് പറയാത്തത്, ഒരു IIT കൊണ്ടുവരാമെന്ന് പറയാത്തത്, അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് കർണാടകത്തിലേക്ക് പോകുന്ന വഴി ജനങ്ങൾക്ക് രാത്രിയും യാത്രായോഗ്യമാക്കി കൊടുക്കാമെന്ന് പറയാത്തത്, അവിടെ വയനാട്ടിൽ കൃത്യമായിട്ടുള്ള സ്കൂളുകൾ, അതായത് കേന്ദ്ര സർക്കാർ സ്കൂളുകൾ കൊണ്ടുവരാമെന്ന് പറയാത്തത്, ആദിവാസി വികസനത്തിനായി പണം തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പണം അവിടെ എത്തിക്കാന്ന് പറയാത്തത്, അവിടുത്തെ കർഷകർക്ക് കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ സഹായം എത്തിക്കാമെന്ന് പറയാത്തത്, മുടക്കി വെച്ചിരിക്കുന്ന സഹായം, ഇതൊന്നും പറയാതെ ഈ ജനങ്ങളെ കളിയാക്കുന്ന പരിപാടിയല്ലേ ഈ BJP ചെയ്യുന്നത്? ഈ BJPയുടെ നേതാക്കൾ മുഴുവൻ ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരാള് ഒരു കൃത്യമായിട്ട് കേരളത്തിന് വേണ്ട, കേരളത്തിന്റെ വികസനത്തിന് വേണ്ട ഒരു കാര്യം നാളെ ഇതുവരെ പറഞ്ഞത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാ ഞാൻ പിന്നെ എന്താ പറഞ്ഞു, മനു പറയും, നമുക്ക് മനുവിന് ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഭക്ഷണം വാങ്ങിച്ചു തരാം. ഇത്തരത്തില് ഇങ്ങനെ ജനങ്ങളെ പരിഹസിക്കുന്ന കുറെ BJP നേതാക്കള്, അവരോ ഇവിടെ ഈ പണിയെടുക്കുന്നു, പക്ഷെ അവിടുന്ന് കെട്ടിയിറക്കി കൊണ്ടുവരുന്ന നേതാക്കന്മാർ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു. എന്നിട്ട് സുരേന്ദ്രനെ നേരെ വയനാട്ടിലേക്ക് തട്ടുമ്പോ ഇങ്ങനെയാണ് ഇവരുടെ ഗതികേട്. അതുകൊണ്ട് ഇവര് കേരളത്തിന് വേണ്ട കാര്യങ്ങൾ വല്ലതും ചെയ്താൽ മാത്രമേ ഇവരെ ജനങ്ങൾ ആരാണ് എന്താണെന്നെങ്കിലും നോക്കുള്ളൂ. അതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്. നേതാക്കളെ പറ്റിയിട്ട് ഇവിടെ വന്ന് ഈ നമുക്കൊക്കെ ആദരണീയനായ ഒരാളായിരുന്നു, അദ്ദേഹത്തെ പറയേണ്ടിയിരുന്നില്ല. പക്ഷെ അത് അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാനും കരുതുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ ബത്തേരിയിൽ നിന്ന് ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീ ജോൺസ് എന്നാണോ പേര് പറഞ്ഞത്? ജോമോൻ. ശ്രീ ജോമോൻ ബത്തേരിക്കാരനാണ് അല്ലേ? അതെ അതെ. ഈ ക്ഷേത്രത്തിന് അടുത്തോ മറ്റോ ആണോ താമസിക്കുന്നത്? അതെ, ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അടുത്താണ്. അപ്പോൾ ശ്രീ ജോമോൻ എന്ത് തോന്നുന്നു, ഈ ബത്തേരിക്കാർക്കൊക്കെ ഒരു സന്തോഷമാവുക ഈ ഗണപതി വട്ടം എന്ന് പറയുമ്പോഴാണോ, അതോ സുൽത്താൻ ബത്തേരിക്കാരനാണെന്ന് പറയുമ്പോഴാണോ കുറെ കൂടി സന്തോഷം തോന്നുക? സുൽത്താൻ ബത്തേരിക്കാരനാണെന്ന് പറയുന്നത് തന്നെയാണ് സന്തോഷം കൂടുതൽ. ഇപ്പൊ മാത്രമല്ല, ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പേര് മാറ്റിയാൽ എല്ലാ പ്രശ്നം തിരിയല്ലോ. പേരൊക്കെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അതൊന്നും പ്രായോഗികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പേര് സുൽത്താൻ ബത്തേരി തന്നെ നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ സുൽത്താൻ ബത്തേരിക്കാരുടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും സുൽത്താൻ ബത്തേരിക്കാരുടെ അഭിപ്രായം ഇത് തന്നെയാണ്. പേര് മാറ്റിയത് കൊണ്ട് സുൽത്താൻ ബത്തേരിക്കാരുടെ പ്രശ്നങ്ങൾ തീരില്ല. അതിനേക്കാളൊക്കെ എത്രയോ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അതൊന്നും ഇവര് കാണുന്നില്ലല്ലോ. ഇവിടെ വന്യമൃഗ ശല്യം കൂടുതലാണ്. അതൊന്നും ഇവര് ശ്രദ്ധിക്കുന്നില്ല. അതേപ്പറ്റി ഒരു അക്ഷരം പോലും ഇവരാരും പറയുന്നില്ല. അതുപോലെ തന്നെ രാത്രികാല യാത്രാ നിരോധനം, അതിന് പ്രതിവിധിയായിട്ട് ഇവർ ഒരു കാര്യം പോലും ഇവർ ചെയ്യുന്നില്ല. അതേപ്പറ്റി ഒരു അക്ഷരം ആരും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് അതൊന്നും പറയുന്നില്ല? അതിനേക്കാൾ ഇവിടെ ജനങ്ങളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള്, ദുരിതങ്ങള്, അതിനെപ്പറ്റി ഇവര് ആരൊന്നും പറയുന്നില്ല. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഗണപതി വട്ടം ആക്കണം. അതൊന്നും
അതൊന്നും പ്രായോഗികപരമായിട്ടൊന്നും കാര്യങ്ങളൊന്നുമല്ല. അതൊന്നും സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ ജോമോൻ. ഏതായാലും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിളിക്കുകയും അവിടുത്തെ ഒരു അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ജോമോനാണ്. ഈ പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്, പെട്ടെന്ന് മടങ്ങി വരാം. ഗോകുലത്തിൽ 2021